എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, പ്രകൃതിയിൽ എടുത്തു പറയത്തക്ക വ്യത്യാസങ്ങൾ നടക്കുന്ന ഒരു സുപ്രധാന സമയമാണ്, അല്ലെങ്കിൽ അതിസങ്കീർണമായിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് ഈ അമാവാസി ദിവസങ്ങളിൽ സംഭവിക്കുന്നത്. അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ദോഷങ്ങൾ വന്നു ചേരാനും മതി, എന്നാൽ അതേസമയം തന്നെ വളരെ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ചില ദോഷങ്ങൾ അതൊഴിഞ്ഞു പോകാനും മതി. അപ്പോൾ അങ്ങനെയുള്ള ചില നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്ന ഒരു അമൂർത്ത ദിവസമായിട്ടാണ് ഈ പണ്ട് മുതൽക്കേ ഈ അമാവാസി ദിവസത്തെ കണ്ടുപോരുന്നത്. ഈ അമാവാസിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ഇവിടെ എടുത്തു പറയാനുള്ളത്, ഇതിൽ പറയാൻ പോകുന്ന 5 നക്ഷത്രക്കാരിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജന്മനക്ഷത്രം ഇതിലില്ലെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളുടെ സന്തത സഹചാരിയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്കും പരോക്ഷമായി യോഗമുണ്ടായിത്തീരും. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രത്യക്ഷമായി യോഗമുണ്ടാകും എന്നല്ല പറഞ്ഞത്, അത് ആ നക്ഷത്രക്കാർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പരോക്ഷമായി യോഗമുണ്ടായിത്തീരും. പറയാൻ കാരണം, ഈ കർക്കിടക വാവിൻ്റെ പുണ്യം കൊണ്ട് അത്രയധികം പ്രത്യേകതകൾ വന്നു ചേരാൻ പോകുന്ന 5 നക്ഷത്രക്കാരെ കുറിച്ചിട്ടാണ് നമ്മൾ തുടർന്നങ്ങോട്ട് ഇതിൽ വിശദമായി നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രം. ഈ രോഹിണി നക്ഷത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ, ചന്ദ്രൻ ഭരിക്കുന്നതും ബ്രഹ്മാവുമായി ബന്ധപ്പെട്ടതുമായ നക്ഷത്രമാണ് ഈ രോഹിണി നക്ഷത്രം. അതുകൊണ്ട് തന്നെ ഈ അമാവാസിയിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ ചന്ദ്രനിലൂടെ രോഹിണി നക്ഷത്രത്തിന് സാധിക്കും. അതിൻ്റെ ഭാഗമായി ആ നക്ഷത്രക്കാർക്ക് സമൃദ്ധി, സാമ്പത്തിക വളർച്ച, സർഗാത്മകത, അതുപോലെ തന്നെ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നല്ല സ്ഥിരത കൈവരിക്കുക, അങ്ങനെയുള്ള ചില ഗുണങ്ങൾ നിങ്ങൾ ആയാസപ്പെടാതെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും. മാത്രവുമല്ല, ഈ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല ആകർഷകമായ അങ്കലാവണ്യമുള്ളവരും ഏറ്റവും അധികം മിത്രസ്നേഹമുള്ളവരും ആയിരിക്കും എന്നതും സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്, അതായത് ഇന്നലെ ജൂലൈ 20 ശുക്രൻ മകീരൻ നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം നടത്തി. എന്നാൽ ജൂലൈ 23 ചൊവ്വ ഉത്രം നക്ഷത്രത്തിലേക്കും കൂടി മാറുന്നതോടെ ഈ രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക വളർച്ചയ്ക്കും സ്ഥിരമായ നിക്ഷേപങ്ങൾക്കും ഒരു സാധ്യത തുറന്നു കിട്ടിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ ഭാഗമെന്നോണം നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ പ്രായോഗികമായതും ബുദ്ധിപരമായതുമായ തീരുമാനങ്ങൾ എടുക്കാൻ നിഷ്പ്രയാസം സാധിച്ചേക്കും. ഇത് സമ്പത്ത് വർദ്ധിക്കുന്ന കാര്യങ്ങളിലേക്കും അതുപോലെ തന്നെ കൂടുതൽ സുരക്ഷിതമായ ജീവിത ശൈലിയിലേക്ക് നിങ്ങളെ നയിച്ചേക്കുമെന്നും വ്യക്തമായി കാണുന്നുണ്ട്. അതായത് പിന്നീട് വരുന്ന ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇന്നലെ ജൂലൈ 20 ശുക്രൻ മകീരൻ നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം നടത്തിയതിൻ്റെ ആ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് കർക്കിടക വാവ് മുതൽ അങ്ങോട്ട് ജീവിതത്തിൽ വളരെ സാവധാനത്തിലാണെങ്കിലും തെളിഞ്ഞു തുടങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഈ പറഞ്ഞത് മറക്കണ്ട, അതിനുശേഷം വരുന്ന ചൊവ്വയുടെ നക്ഷത്ര മാറ്റം മുതലാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങളുടെ കർമ്മപഥത്തിലേക്ക് തെളിയാൻ തുടങ്ങുന്നത്. ഇനി അടുത്ത രണ്ടാമത്തെ നക്ഷത്രമായി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഉത്രാടൻ നക്ഷത്രം. ഈ ഉത്രാടൻ നക്ഷത്രത്തിൻ്റെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഇത് ശനി ഭരിക്കുന്നതും ചില അവസരങ്ങളിൽ, അതായത് ചില ദശാസന്ധികളിൽ ആയില്യം നക്ഷത്രത്തെക്കാൾ കൂടുതൽ സർപ്പവുമായി ബന്ധപ്പെട്ട ഒരു നക്ഷത്രമാണ് ഈ ഉത്രാടൻ നക്ഷത്രം. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ സാധാരണഗതിയിൽ സർപ്പദോഷങ്ങളാണ് ആളുകൾക്ക് കാണാറുള്ളതെങ്കിൽ ഇവർക്ക് ഈ സർപ്പ സാന്നിധ്യം കൊണ്ട് ഇവരുടെ ഭാഗ്യമാണ് തെളിയുന്നത്. ഇത് ഏത് രീതിയിലാണ് എന്ന് ചോദിച്ചാൽ, ജ്ഞാനം, ക്ഷമ, അതുപോലെ തന്നെ ഭാവി തലമുറയ്ക്കായുള്ള സമ്പത്ത് കെട്ടിപ്പടുക്കുവാനുള്ള അവരുടെ ആ ഒരു കഴിവ് എന്നിവയെല്ലാം ഇവർക്ക് ഈ പറഞ്ഞ രീതിയിൽ സംജാതമാകുന്ന കഴിവുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ശുക്രൻ മകീര നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചതിൻ്റെ ഭാഗമായി കുടുംബജീവിതത്തിലും വിവാഹ ജീവിതത്തിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായ ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ കാണാനിടയാകും. ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങൾ മനസ്സിൽ കണ്ട ആ ഒരു വധു അല്ലെങ്കിൽ വരൻ എന്ന നിങ്ങളുടെ ആ ഒരു സങ്കല്പത്തെ വെല്ലുന്ന സൗന്ദര്യമുള്ള ഒരു വധുവിനെയോ അല്ലെങ്കിൽ വരനെയോ നിങ്ങൾക്ക് പങ്കാളിയായി ലഭിച്ചേക്കാം. പ്രത്യേകം ഓർക്കുക, ഇത് ഈ കഴിഞ്ഞ ശുക്രൻ്റെ നക്ഷത്ര മാറ്റത്താൽ ഇതിനൊരു തീരുമാനമാകും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് പ്രാബല്യത്തിൽ വരുന്നത് ഇപ്പോൾ തന്നെ ആവണമെന്നില്ല. അതിനിപ്പോൾ 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ, ഇനി ഇപ്പോൾ അതല്ല 3 മാസം വരെ സമയമെടുക്കാനും മതി. കാരണം അതെല്ലാം നിങ്ങളുടെ വ്യക്തിത്വം, ജോലി, അതുപോലെ തന്നെ കുടുംബമഹിമ എന്നിവയെല്ലാം
ആശ്രയിച്ചിരിക്കും. എന്തായാലും അതിൽ തീരുമാനമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല, ആദ്യം നമ്മളിവിടെ പറഞ്ഞതുപോലെ 23-ന്, അതായത് നാളത്തെ കഴിഞ്ഞ് ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് നിങ്ങൾ ഉത്രാട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ തൊഴിൽപരമായ മുന്നേറ്റങ്ങൾക്കുള്ള അവസരങ്ങളും ഈ സമയത്തുണ്ടായിത്തീരും. പ്രത്യേകിച്ചും ദീർഘകാല നിക്ഷേപം, ഗവേഷണം, അതുപോലെ തന്നെ ആത്മീയത എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകൾ ഇത്യാദി പ്രവർത്തന മേഖലകളിൽ ഏതെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഉൾക്കാഴ്ച നിങ്ങളെ അത്യധികം പ്രയോജനകരമായ പാതയിലേക്ക് നയിച്ചേക്കാമെന്നും വ്യക്തമായി കാണുന്നുണ്ട്. ഇനി അടുത്തത് മൂന്നാമതായി രാശിഫലത്തിൽ ഇവിടെ കാണാൻ സാധിച്ചത് ചോതി നക്ഷത്രം. ഈ ചോതി നക്ഷത്രത്തിൻ്റെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ നക്ഷത്രം രാഹു ഭരിക്കുന്നതും വായുദേവനുമായി ബന്ധപ്പെട്ടതുമായ നക്ഷത്രമാണ് ഈ പറഞ്ഞ ചോതി നക്ഷത്രം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്, അതായത് ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതം, അതുപോലെ തന്നെ സ്വയം പര്യാപ്തത ആർജിക്കുക തുടങ്ങിയ ഗുണങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നെയുണ്ട്. മാത്രവുമല്ല, എത്ര പ്രതികൂല സാഹചര്യങ്ങളുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാനുള്ള നിങ്ങളുടെ ആ ഒരു കഴിവ് അതൊന്ന് വേറെ തന്നെയാണെന്നും ഈ സമയം ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ചോതി നക്ഷത്രക്കാർ മിക്കപ്പോഴും നല്ല ലക്ഷ്യബോധമുള്ളവരും നിങ്ങൾക്ക് വന്നു കിട്ടുന്ന അവസരങ്ങളെ അത് തന്നിലേക്ക് ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ളവരുമാണ്. നിങ്ങൾക്കും ഈ ശുക്രൻ്റെ നക്ഷത്രമാറ്റം കൊണ്ട്, പ്രത്യേകിച്ചും ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ ഏകദേശം 3 വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന പല ഭാഗ്യാനുഭവങ്ങളും നിങ്ങളുടെ മുൻപിലേക്ക് വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട്. ഇത് പറയാൻ കാരണം, നിങ്ങളെ സംബന്ധിച്ച് സൂര്യൻ കർക്കിടക രാശിയിലെ പൂയം നക്ഷത്രത്തിലേക്ക് രാശി മാറി എത്തിയതുകൊണ്ട് മറ്റ് പ്രധാന ഗ്രഹങ്ങളുടെ സ്വാധീനങ്ങളും നിങ്ങൾ ചോതി നക്ഷത്രക്കാർക്ക് അനുകൂലമായി തീരും. അതുകൊണ്ട് തന്നെ പുതിയ ചില സംരംഭങ്ങളിൽ മുതൽ മുടക്കാനും അല്ലെങ്കിൽ ഫ്രഷായി പുതിയ ചില സംരംഭങ്ങൾ തുടങ്ങാനും ഉതകുന്ന അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. അതായത് ഇത്യാദി കാര്യങ്ങൾക്കുള്ള അനുകൂലമായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ കർക്കിടകവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ സംജാതമായേക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് 1 മാസത്തിന് ശേഷമാണെങ്കിലും അത് നടന്നു കിട്ടും എന്നുള്ള ഉറപ്പ് ലഭിക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടേക്കാം. അടുത്തത് 4ാമത്തെ നക്ഷത്രമായി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അനിഴം നക്ഷത്രം. ഈ അനിഴം നക്ഷത്രക്കാരുടെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ ശനി ഭരിക്കുന്ന ഒരു നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. അതുകൊണ്ട് തന്നെ അനിഴം നക്ഷത്രം ഭക്തി, ജ്ഞാനം, ശക്തമായ ആകർഷണ ശക്തി എന്നിവ ഇവരുടെ എടുത്തു പറയേണ്ട ആ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ പലപ്പോഴും തങ്ങളുടെ പങ്കാളികളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചലനങ്ങൾ സൃഷ്ടിക്കുന്ന സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പങ്കാളികളാണ് ഇവർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ശുക്രൻ്റെ ഈ മകിര നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം കൊണ്ട് ഈ കർക്കിടക അമാവാസി മുതൽ 2 തരം സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നേക്കും. അതിലൊന്ന്, ശനിയുടെ സ്വാധീനം കാരണം ഒരിക്കലും നശിക്കാത്ത സമ്പത്ത് നിങ്ങളെ തേടിയെത്തുമെന്നാണ് കാണുന്നത്. അതായത് സുസ്ഥിരമായിട്ടുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ അതിന് പറ്റിയ വസ്തുവകകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ശുക്രൻ്റെ സ്വാധീനം അവിചാരിതമായ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള നിമിത്തങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും ശരി, ജീവിതത്തിൽ എടുത്തു പറയത്തക്ക ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ നിങ്ങൾക്ക് ഈ അമാവാസി വാവ് മുതൽ അങ്ങോട്ട് അരങ്ങേറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അടുത്ത 5ാമതായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന നക്ഷത്രം രേവതി നക്ഷത്രം. ഈ രേവതി നക്ഷത്രത്തിൻ്റെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ ബുധൻ ഭരിക്കുന്നതും അറിവ്, വിദ്യാഭ്യാസം, ശാസ്ത്രീയജ്ഞാനം, അതുപോലെ തന്നെ അസാധാരണമായിട്ടുള്ള ഭാഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രമാണ് ഈ പറഞ്ഞ ബുധൻ ഭരിക്കുന്ന രേവതി നക്ഷത്രം. നിങ്ങൾക്ക് ഈ കർക്കിടക അമാവാസി ഗോചരഫലമായി പ്രത്യേകിച്ചും ഈ ബുധൻ്റെ ചലനങ്ങളും ശുക്രൻ്റെ മകീര നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്ര പ്രവേശനവും സൂചിപ്പിക്കുന്നത് നിങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരുന്ന സാമ്പത്തിക രംഗം അത് അധികം വൈകാതെ വളരെ വലിയ നേട്ടങ്ങളിലേക്ക് കുതിച്ചുയരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നതോടുകൂടി ഇത് നിങ്ങളുടെ ബുദ്ധിപരമായ നിക്ഷേപ തീരുമാനങ്ങളിലേക്കും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള സമൃദ്ധിയിലേക്കും നിങ്ങളെ നയിച്ചേക്കാമെന്നും വ്യക്തമായി കാണുന്നുണ്ട്. ഇത് പ്രത്യേകിച്ചും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് സുപ്രധാനമായി തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരും. മാത്രവുമല്ല, അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്താനും
വളരെയധികം സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന വ്യാഴാഴ്ച കർക്കിടക വാവ് മുതൽ അതിനൊരു ശാശ്വത പരിഹാരം നിങ്ങളുടെ മുൻപിൽ വന്നെത്തുക തന്നെ ചെയ്യും. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ ഇടപെടുന്ന മേഖല അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നതെന്ന് നിശ്ചയിക്കുക. എന്തായാലും ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ 5 നക്ഷത്രക്കാർക്കും ഈ അമാവാസിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.